നമസ്കാരം. നേപ്പാൾ ആളിക്കത്തുന്നു. KP ശർമ്മ ഒലി പ്രധാനമന്ത്രി പദം രാജിവെച്ചു. NDAയുടെ CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. വാർത്തകൾ സമഗ്രമാണ്. ടോപ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം 10 പ്രധാന തലക്കെട്ടിലേക്ക്. നേപ്പാളിൽ ആളിക്കത്തി യുവജന പ്രക്ഷോഭം. KP ശർമ്മ ഒലി പ്രധാനമന്ത്രി പദം രാജിവെച്ചു. പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും രാജിവെച്ചതായി റിപ്പോർട്ട്. ജെൻസിയുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയ വിലക്കിനെ തുടർന്ന് നേപ്പാൾ പാർലമെന്റ് മന്ദിരത്തിനും സുപ്രീം കോടതി സമുച്ചയത്തിനും തീയിട്ടു. ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. NDAയുടെ CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. 767-ൽ 452 വോട്ട് നേടി വിജയം. ഇന്ത്യ സഖ്യത്തിന്റെ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് നേടാനായത് 300 വോട്ടുകൾ മാത്രം. ഇന്ത്യ സഖ്യത്തിൽ വോട്ട് ചോർച്ചയുണ്ടായെന്ന ആക്ഷേപം. ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറരുതെന്ന് കേരളം സുപ്രീം കോടതിയിൽ. നടപടി രാഷ്ട്രപതിയുടെ റഫറൻസിൽ നടന്ന വാദത്തിനിടെ ഗവർണർക്ക് പ്രത്യേക വിവേചനാധികാരമില്ലെന്ന് തെലങ്കാന സർക്കാർ. റഫറൻസിന്മേൽ നാളെയും വാദം തുടരും. കനത്ത പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായ പഞ്ചാബിനും ഹിമാചൽ പ്രദേശിനും ധനസഹായം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. പഞ്ചാബിന് 1600 കോടിയും ഹിമാചൽ പ്രദേശിന് 1500 കോടി രൂപയും അനുവദിച്ചു. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി നരേന്ദ്രമോദി. ലഡാക്കിലെ സിയാച്ചിൻ ഗ്ലേസിയറിലെ സൈനിക ക്യാമ്പിൽ ഹിമപാതം. 3 സൈനികർക്ക് വീരമൃത്യു. 1 സൈനികനെ രക്ഷപ്പെടുത്തി. ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് ഖത്തറിനുമേൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ദോഹയിലുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു UAE. പലസ്തീൻ സംഘർഷത്തിലെ മധ്യസ്ഥ ചർച്ചകളിൽ നിന്നും പിന്മാറുകയാണെന്ന് ഖത്തർ. ദോഹയിലെ ഇന്ത്യക്കാർ സുരക്ഷിതരാകണമെന്ന് കേന്ദ്ര നിർദ്ദേശം. പാലവുമില്ല, ജങ്കാർ സർവീസുമില്ല. കൊല്ലം മൺട്രോ തുരുത്ത് നിവാസികൾ ദുരിതത്തിൽ. പൂർത്തിയാക്കാത്ത പാലവും തകരാറിലായ ജങ്കാറും സ്മാരകങ്ങളായി കിടക്കുന്നുവെന്ന് നാട്ടുകാർ. ടോപ് 10 സ്പെഷ്യൽ. ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ A ബാച്ചിൽ കിരീടം ചൂടി മേലുകര പള്ളിയോടം. B ബാച്ചിൽ ജേതാക്കളായി കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം. വിജയികളെ പ്രഖ്യാപിച്ചതിൽ പിഴവെന്ന പരാതിയുമായി ഇടശ്ശേരിമല പള്ളിയോടക്കരക്കാർ. ഓണം വാരാഘോഷത്തിന് തലസ്ഥാനത്ത് വർണ്ണാഭമായ സമാപനം. ഏഷ്യാ കപ്പ് ക്രിക്കറ്റിന് തുടക്കം. അബുദാബിയിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഹോങ്കോങ്ങിന് 189 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ. എതിരാളികൾ UAE. പേരൂർക്കടയിലെ വ്യാജമാല മോഷണക്കേസിൽ തൊണ്ടി ചവർക്കൂനയിൽ നിന്നും കിട്ടിയെന്ന പോലീസ് വാദം നുണയെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച്. ബിന്ദുവിനെ കള്ളിയാക്കിയതിൽ SHO ശിവകുമാറിന് പങ്കെന്നും നടപടി വേണമെന്നും ശുപാർശ. കസ്റ്റഡി മർദ്ദന കേസുകളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാട് കടുപ്പിച്ച് DGP. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം നഷ്ടമായെന്ന് രമേശ് ചെന്നിത്തല. സ്റ്റോറി ഓഫ് ദ ഡേ. ഇവർക്കിവിടെ സുഖകരം. വാർത്തകൾ വിശദമായി സമഗ്രമായി നോക്കാം. നേപ്പാളിൽ ആളിക്കത്തി ജെൻസി പ്രക്ഷോഭം. പാർലമെന്റ് മന്ദിരത്തിനും സുപ്രീം കോടതിക്കും പ്രക്ഷോഭകാരികൾ തീയിട്ടു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ച് കാഠ്മണ്ഡു വിട്ടു. മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖാനലിന്റെ വസതിക്ക് കലാപകാരികൾ തീയിട്ടു. പൊള്ളലേറ്റ് ഖാനലിന്റെ ഭാര്യ മരിച്ചു. സോഷ്യൽ മീഡിയ നിരോധനം പിൻവലിച്ചിട്ടും ജൻസി പ്രക്ഷോഭം നേപ്പാളിൽ അതിരൂക്ഷമാവുകയാണ്. പാർലമെന്റ് മന്ദിരത്തിനും സുപ്രീം കോടതിക്കും തീയിട്ട പ്രവർത്തകർ നിരവധി കെട്ടിടങ്ങളും നശിപ്പിച്ചു. ദങ്കാധി ജയിലിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രക്ഷോഭകർ നൂറുകണക്കിന് തടവുകാരെയാണ് മോചിപ്പിച്ചത്. പ്രധാനമന്ത്രി രാജിവെച്ചൊഴിയണം എന്ന പ്രക്ഷോഭകാരികളുടെ ആവശ്യത്തിന് പിന്നാലെ ഉച്ചയോടെയാണ് പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിക്കത്ത് നൽകിയത്. കാഠ്മണ്ഡു വിട്ട ഒലിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് സൈന്യം. മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖാനലിന്റെ വീടിന് കലാപകാരികൾ തീയിട്ടു. ഗുരുതരമായി പൊള്ളലേറ്റ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. മുൻ പ്രധാനമന്ത്രി ഷേർ ബഹദൂർ ദേവൂബയുടെ വീടിന് നേർക്കും ധനമന്ത്രി പൗഡേലിക്ക് നേർക്കും അതിക്രമം
ആക്രമണമുണ്ടായി. നിരവധി മന്ത്രിമാരാണ് രാജിവെച്ചത്. ഇവരെ സൈന്യം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഇവരുടെ സ്വകാര്യ വസതിയടക്കം പ്രക്ഷോഭകാരികൾ ആക്രമിച്ചു. കാഠ്മണ്ഡുവിലെ വിമാനത്താവളം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. അതേസമയം ജൻസി പ്രക്ഷോഭത്തിൽ പ്രതികരണവുമായി ഇന്ത്യ രംഗത്തെത്തി. സ്ഥിതി നിരീക്ഷിച്ചു വരികയാണെന്നും നേപ്പാളിലുള്ള ഇന്ത്യക്കാർ ജാഗ്രതയോടെ ഇരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വിഷയങ്ങൾ ചർച്ചയിലൂടെ സമാധാനപരമായി പരിഹരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. അതേസമയം നേപ്പാളിൽ കുടുങ്ങിയ കോഴിക്കോട്ട് നിന്നുള്ള 40 അംഗ മലയാളി വിനോദസഞ്ചാരി സംഘം സുരക്ഷിതരാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു. കാഠ്മണ്ഡുവിലകപ്പെട്ട 40 അംഗ സംഘത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികളെടുക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതായും ജോർജ് കുര്യൻ അറിയിച്ചു. 19 പേരാണ് ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് മരിച്ചത്. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. നേപ്പാൾ അതിർത്തി അടച്ചതിനെ തുടർന്ന് ചൈനയിലെ ഡാർച്ചനിൽ കുടുങ്ങിപ്പോയ മലയാളികൾ ഉൾപ്പെടുന്ന 3000-ൽ പരം കൈലാസ് മാനസ സരോവർ യാത്രികരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉറപ്പു നൽകി. നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്ന കോഴിക്കോട് മുക്കം സ്വദേശികൾ സുരക്ഷിതരാണെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ജോർജ് കുര്യന്റെ ഓഫീസ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി NDAയുടെ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. പോൾ ചെയ്യപ്പെട്ട 767 വോട്ടിൽ 452 വോട്ട് നേടിയാണ് CP രാധാകൃഷ്ണന്റെ വിജയം. രഹസ്യ ബാലറ്റ് അടിസ്ഥാനത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സരിച്ചത്. ഇന്ത്യ സഖ്യത്തിൽ വോട്ട് ചോർച്ചയുണ്ടായി എന്നാണ് സൂചന. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും KK പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, CP രാധാകൃഷ്ണന്റെ വിജയം 767 വോട്ടിൽ നിന്നും 452 വോട്ട് നേടി എന്നുള്ളത് പ്രസക്തമാണ്. അതേസമയം മറ്റൊരു കാര്യം, ഇന്ത്യ സഖ്യത്തിൽ വോട്ട് ചോർച്ചയുണ്ടായി എന്ന സൂചനകളും പുറത്തുവരുന്നു. പ്രശാന്ത്, അശ്വതി, രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഏറ്റവും പ്രധാന ചോദ്യമായി ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് അശ്വതി സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. എവിടെയാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞത് എന്നുള്ളതാണ്. കാരണം 355 വോട്ടുകൾ കിട്ടേണ്ടതായിരുന്നു. പക്ഷെ അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ 300 വോട്ടിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. 424 വോട്ടിന്റെ അല്ലെങ്കിൽ 424 അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ് രണ്ട് സഭകളിലുമായി, ഇരുസഭ പാർലമെന്റ് രാജ്യസഭയിലും ലോക്സഭയിലുമായി NDAക്കുള്ളത്. അവിടെയാണ് 455 എന്ന നിലയിലേക്ക് 52 എന്ന നിലയിലേക്ക് വരുന്നത്. 15 വോട്ടുകളാണ് അസാധുവായിട്ടുള്ളത്. സ്വാഭാവികമായും നേരത്തെ ഈ 15 വോട്ടുകൾക്ക് പുറമെ നേരത്തെ BJD അടക്കം നിലപാടുകൾ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു 13 വോട്ടിന്റെ കുറവുണ്ടാവും. പക്ഷേ അപ്പോഴും ഈ പറയുന്നത് പോലെ എവിടെയാണ് പ്രതിപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടായത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. രഹസ്യ വോട്ടുകൾ ബാലറ്റ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് കണ്ടെത്തുക എളുപ്പമല്ല. പക്ഷേ അപ്പോഴും ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. അതായത് പ്രത്യേകിച്ച് നേരത്തെ നമുക്കറിയാം ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ഒരു നേതാവിനെ കൊണ്ടുവന്നതിലൂടെ വലിയ സന്ദേശമാണ് പ്രധാനമായും BJPയും ഒപ്പം തന്നെ RSSും അല്ലാതെ സംഘപരിവാർ സംഘടനകളും മുന്നോട്ട് വെച്ചത്. അത് കൃത്യമായ രാഷ്ട്രീയമാണ്. കാരണം ഇനി വരാൻ പോകുന്നത് സ്വാഭാവികമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള BJPയുടെ രാഷ്ട്രീയ നീക്കമാണ്. അതിന്റെ ഭാഗമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം നടന്നത്. ഒരുപക്ഷെ പ്രതിപക്ഷവും അത്തരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നൊക്കെ ഒരു നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് പിന്നീട് സുദർശൻ റെഡ്ഡിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോഴും CP രാധാകൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ അത് മഹാരാഷ്ട്ര ഗവർണറാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം തമിഴ്നാടിന്റെ BJP സംസ്ഥാന അധ്യക്ഷനായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. ഒപ്പം തന്നെ ലോക്സഭ അംഗമായിരുന്നു. അങ്ങനെ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു നേതാവിനെയാണ് ഇപ്പോൾ പാർലമെന്റ് ഉപരിസഭയിലേക്ക് എത്തിച്ചത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രധാനമന്ത്രി അടക്കം രാഷ്ട്രപതി അടക്കം അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. ഒപ്പം തന്നെ രാജ്യത്തെ സേവിച്ച കൃത്യമായ നിലപാടുകൾ മുന്നോട്ട് വെച്ച നേതാവാണ് CP രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് അത് തുടരാൻ കഴിയട്ടെ എന്നുള്ള പ്രധാനമന്ത്രിയുടെ ആശംസയിൽ തന്നെ എന്തായിരിക്കും ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളെന്ന് വളരെ കൃത്യമായി വ്യക്തമാണ്. പ്രത്യേകിച്ച് DMK രാഷ്ട്രീയത്തിന്റെ പിടിയിലാണ് തമിഴ്നാടുള്ളത്. ഒപ്പം തന്നെ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറാനുള്ള BJPയുടെ നീക്കങ്ങളൊക്കെ തന്നെയുണ്ട്. ഇങ്ങനെ സുപ്രധാന പദവികളിലേക്ക് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവരുന്നതോടുകൂടി തന്നെ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകാൻ തന്നെ
BJPക്ക് കഴിയുന്നുണ്ട്. മറുവശത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആശംസകൾ അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൃത്യമായ ഒരു ആശയത്തിന്മേലുള്ള പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ സുദർശൻ റെഡ്ഡി പരാജയപ്പെട്ടുവെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രതിപക്ഷം വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ആ വിലയിരുത്തപ്പെടുമ്പോഴും എവിടെയാണ് വോട്ടിൽ കുറവുണ്ടായത് എന്നുള്ള പരിശോധന നടത്തേണ്ടി വരും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരും വരുന്ന മണിക്കൂറുകളിലൊക്കെ തന്നെ ചർച്ച അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി തന്നെ ചർച്ച ചെയ്യുമെന്ന ഉറപ്പാണ് അശ്വതി. ശരി, വിശദമായ വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും KK പ്രശാന്ത് നൽകിയത്. നിയുക്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് അഭിനന്ദനവുമായി ഓർത്തഡോക്സ് സഭ സമൂഹത്തിൽ നടത്തുന്ന ക്രിയാത്മക ഇടപെടലുകളെ എക്കാലത്തും പ്രോത്സാഹിപ്പിച്ചിരുന്ന പ്രിയ സുഹൃത്താണ് നിയുക്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെന്ന് ബസലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ജാതമതിഭേദമന്യേ സഭ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് മലയാളികളായ ഗവർണർമാരിൽ നിന്നും CP രാധാകൃഷ്ണൻ മനസ്സിലാക്കിയിരുന്നു. മുൻപ് അദ്ദേഹം ദേവലോകത്തെ സഭാസ്ഥാനം സന്ദർശിച്ചതിന്റെ ഓർമ്മകളും കാതോലിക്ക ബാബ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ഏവരെയും സൗമ്യതയോടെ ചേർത്ത് നിർത്തുന്ന CP രാധാകൃഷ്ണന് പുതിയ ഉത്തരവാദിത്വവും ഭംഗിയായി നിറവേറ്റാൻ കഴിയട്ടെയെന്നും കാതോലിക്ക ബാവ ആശംസിച്ചു. ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറരുതെന്ന് കേരളം സുപ്രീം കോടതിയിൽ. രാഷ്ട്രപതിയുടെ റഫറൻസിൽ നടന്ന വാദത്തിനിടെയായിരുന്നു കേരളം ഇക്കാര്യം പറഞ്ഞത്. ഗവർണർക്ക് പ്രത്യേക വിവേചനാധികാരമില്ലെന്ന് തെലങ്കാന സർക്കാർ വാദിച്ചു. നാളെയും വാദം തുടരും. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച വിധി ചോദ്യം ചെയ്ത് രാഷ്ട്രപതി നൽകിയ റഫറൻസിന്റെ മുൻ നിലപാടുകൾ ആവർത്തിക്കുകയാണ് കേരളവും തമിഴ്നാടും പഞ്ചാബും പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ചെയ്തത്. ഗവർണർ നിയമനിർമ്മാണ സഭയുടെ ഭാഗമാണ്. ഗവർണർ ശത്രുതാ മനോഭാവത്തിലല്ല പ്രവർത്തിക്കേണ്ടതെന്നും പാസാക്കുന്ന ബില്ലുകളെക്കുറിച്ച് ഗവർണർക്ക് കൃത്യമായ ധാരണയുണ്ടെന്നും കേരളത്തിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാൽ വാദിച്ചു. ബില്ലുകൾ റദ്ദാക്കപ്പെടുമ്പോൾ അതിന്റെ കാരണവും പറയണം. നിയമസഭയുടെ പ്രവർത്തനം അട്ടിമറിക്കാൻ ഗവർണർക്ക് കഴിയില്ലെന്നും മന്ത്രിമാരുമായി ബില്ലിനെക്കുറിച്ച് സംസാരിച്ച ശേഷം ബില്ല് തടഞ്ഞുവയ്ക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും കേരളം വാദത്തിൽ ചൂണ്ടിക്കാട്ടി. മുൻ ഗവർണർമാർ ബില്ലുകളുടെ കാര്യത്തിൽ മന്ത്രിമാരുമായി ചർച്ച നടത്തിയത് മുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധി നിലനിർത്തണമെന്ന ആവശ്യമാണ് കേരളം ഉന്നയിച്ചത്. സമാന നിലപാട് തന്നെയാണ് പശ്ചിമ ബംഗാളും തമിഴ്നാടും തെലങ്കാനയുമെല്ലാം ഉയർത്തിയത്. ഗവർണർക്ക് പ്രത്യേക വിവേചനാധികാരമില്ലെന്ന് തെലങ്കാനയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ നിരഞ്ജൻ റെഡ്ഡി പറഞ്ഞു. പൂർണ്ണമായ അധികാരമുള്ളത് മന്ത്രിസഭയ്ക്കാണ്. അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഗവർണർ ചെയ്യേണ്ടതെന്നും അദ്ദേഹം വാദിച്ചു. ഗവർണറുടെ അധികാരം സംബന്ധിച്ച് രണ്ടംഗ ബെഞ്ച് വിധി പ്രസ്താവിച്ചതാണ്. രാഷ്ട്രപതിയുടെ റഫറൻസിന്റെ ഭാഗമായി ആ വിഷയം പരിഗണിക്കേണ്ടെന്ന് പഞ്ചാബിനു വേണ്ടി ഹാജരായ അരവിന്ദ് P ദത്താർ പറഞ്ഞു. ഇപ്പോഴുള്ള അധികാരങ്ങൾ വെച്ച് ഗവർണർ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നതെന്ന് പശ്ചിമ ബംഗാളിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ജമ്മു കശ്മീരിലെ സിയാച്ചിനിൽ സൈനിക ക്യാമ്പിലുണ്ടായ വൻ ഹിമപാതത്തിൽ 2 അഗ്നിവീറുകൾ ഉൾപ്പെടെ 3 സൈനികർ കൊല്ലപ്പെട്ടു. ഒരു കരസേനാ ക്യാപ്റ്റനെ രക്ഷപ്പെടുത്തി. ഹിമപാതത്തിൽ കാണാതായവർക്കായി സൈന്യം തെരച്ചിൽ ഊർജിതമാക്കി. നിയന്ത്രണ രേഖയുടെ വടക്കേ അറ്റത്ത് 20,000 അടി ഉയരത്തിലാണ് ഹിമപാതമുണ്ടായത്. മഹർ റെജിമെന്റിൽപ്പെട്ട സൈനികർ ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരാണ്. 5 മണിക്കൂറാണ് മരിച്ച സൈനികർ ഹിമപാതത്തിൽ കുടുങ്ങിയത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് ലഡാക്കിലെ സിയാച്ചിൻ. 2021 സിയാച്ചിനിൽ ഖനീഫ് ഉപമേഖലയിലുണ്ടായ ഹിമപാതത്തിൽ 2 സൈനികർ മരിച്ചിരുന്നു. പ്രളയം നാശം വിതച്ച പഞ്ചാബിനും ഹിമാചൽ പ്രദേശിനും ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. പഞ്ചാബിന് 1,600 കോടി രൂപയും ഹിമാചൽ പ്രദേശിന് 1,500 കോടി രൂപയുമാണ് അനുവദിച്ചത്. 2 സംസ്ഥാനങ്ങളിലെയും സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി ആകാശ നിരീക്ഷണം നടത്തി മനസ്സിലാക്കി. മുഖ്യമന്ത്രിമാരുമായും ചീഫ് സെക്രട്ടറിമാരുമായും മോദി കൂടിക്കാഴ്ച നടത്തി. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ആക്രമണം നടത്തി ഇസ്രായേൽ. ദോഹയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഉഗ്ര സ്ഫോടനം നടന്നത്. ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഹമാസ് നേതാക്കൾ താമസിച്ചിരുന്ന കെട്ടിടം തകർത്തതായാണ് റിപ്പോർട്ട്. ഇതോടെ മലയാളികൾ അടക്കമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾ വസിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ അശാന്തിയുടെ നിഴലിലായി.
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന കരാർ നീക്കങ്ങൾക്ക് പിന്നാലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് ഖത്തറിനുമേൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം നടന്നത്. ഖത്തർ പ്രാദേശിക സമയം വൈകിട്ട് 4 മണിയോടെയാണ് തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസിന്റെ ഉന്നത നേതാവും ഖത്തർ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയുമായ ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ളവരെയാണ് ഇസ്രയേൽ ലക്ഷ്യം വെച്ചത്. ആക്രമണത്തെ ഖത്തർ ശക്തമായി അപലപിച്ചു. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഖത്തറും കെയ്റോയും കേന്ദ്രീകരിച്ചാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷം സംബന്ധിച്ച മധ്യസ്ഥ ചർച്ചകൾ നടന്നത്. ഇന്നുണ്ടായ ആക്രമണത്തോടെ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഖത്തർ അറിയിച്ചു. ആക്രമണത്തിൽ ഇസ്രയേൽ ലക്ഷ്യം വെച്ച ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടോ എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണമില്ല. എന്നാൽ ആക്രമണത്തെ അതിജീവിക്കാനായെന്ന് ഹമാസിനെ ഉദ്ധരിച്ച് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖത്തർ തലസ്ഥാനമായ ദോഹയിലെ താമസ കേന്ദ്രങ്ങൾ ഉള്ളയിടത്താണ് ആക്രമണം നടന്നത് എന്നതും പ്രധാനമാണ്. സിവിലിയൻസിന് പരിക്കേറ്റതായുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല. ഖത്തറിന് നേരെ നടന്ന ഇസ്രായേൽ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ അപലപിച്ചു. സൗദി, UAE, ഇറാൻ എന്നീ രാജ്യങ്ങൾ ആക്രമണത്തെ അപലപിച്ച് പ്രസ്താവന പുറത്തിറക്കി. UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ഖത്തറിന് UAEയുടെ നിരുപാധിക പിന്തുണയുണ്ടാകുമെന്ന് വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞ UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ബിൻ മുഹമ്മദ് ഗർഗാഷ് വഞ്ചനാപരമായ ആക്രമണമെന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. പൂർണ്ണ ഹൃദയത്തോടെ ഖത്തറിനൊപ്പം നിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ഖത്തറിലെ US പൗരന്മാർക്ക് US ജാഗ്രതാ നിർദ്ദേശം നൽകി. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും അമേരിക്കൻ പൗരന്മാർ വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നിലവിലെ സംഭവവികാസങ്ങൾ വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ലെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ഗൾഫ് മേഖല സംഘർഷത്തിലേക്കും അശാന്തിയിലേക്കും നീങ്ങുകയാണോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഒന്നുകിൽ പാലം അല്ലെങ്കിൽ ജങ്കാർ സർവീസ്, ഈ ആവശ്യവുമായി നാട്ടുകാരുടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. കൊല്ലം മൺട്രോത്തുരുത്ത് നിവാസികൾക്കാണ് ഈ ദുർവിധി. രണ്ടറ്റം കൂട്ടിമുട്ടാത്ത പാലവും തകരാറ് മൂലം കായലോരത്ത് വിശ്രമിക്കുന്ന ജങ്കാറും ഇവിടെ നാട്ടുകാരുടെ പൂർത്തിയാകാത്ത സ്വപ്നത്തിന്റെ സ്മാരകങ്ങളാണ്. ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. കൊല്ലം മൺട്രോത്തുരുത്തിലെ പട്ടംതുരുത്തിലേക്കും പെരുമണിലേക്കും ജനങ്ങൾ കായൽ മാർഗം പോകുവാൻ ആശ്രയിച്ചിരുന്നത് ജങ്കാർ സർവീസിനെയായിരുന്നു. എന്നാൽ ഇന്നിത് യന്ത്രത്തകരാറുകൾ മൂലം നിലച്ചിരിക്കുന്നു. വേലിയിറക്ക സമയത്തെ മൺതിട്ടയിൽ തട്ടിയാണ് ജങ്കാറിന്റെ എഞ്ചിൻ തകരാറിലായത്. 2 മാസം പിന്നിട്ടിട്ടും തകരാർ പരിഹരിച്ച് സർവീസ് പുനരാരംഭിക്കാൻ സാധിച്ചിട്ടില്ല. വേലിയിറക്കത്തിൽ കായലിലെ ജലനിരപ്പ് താഴ്ന്നതോടെയാണ് അടിത്തട്ടിലുള്ള തെങ്ങിൻ കുറ്റികളിൽ തട്ടാൻ തുടങ്ങിയത്. ഒടുവിൽ ജങ്കാറിലെ വള്ളത്തിന്റെ ഫൈബർ ബോഡി തകരുകയായിരുന്നു. സർവീസ് നിലച്ചതോടെ മൺട്രോത്തുരുത്തുകാർ കൊല്ലത്തേക്ക് എത്താനും മടങ്ങാനും 30 കിലോമീറ്ററിലേറെ ചുറ്റിക്കറങ്ങുകയേ മാർഗമുള്ളൂ. തകരാറുകൾ പരിഹരിച്ച് ഉടൻ തന്നെ ജങ്കാർ സർവീസ് ആരംഭിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇനി മറ്റൊരു യാത്രാമാർഗം എന്നത് ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. അതിൻ്റെ അവസ്ഥയും പരിതാപകരമാണ്. നിർമ്മാണം ആരംഭിച്ച് മധ്യഭാഗം കൂട്ടിമുട്ടിക്കാനാകാത്ത ഒരു പാലം. പെരുമണിനെയും പേഴംതുരുത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരുമൺ പാലം 43 കോടി രൂപ മുടക്കി 425 മീറ്റർ നീളത്തിലാണ് പാലത്തിൻ്റെ നിർമ്മാണം. സാധാരണ രീതിയിൽ പാലം നിർമ്മിക്കാനായിരുന്നു ആദ്യ തീരുമാനം. നിർമ്മാണം പകുതി പിന്നിട്ടതോടെ സ്പ്രിങ്ങിൽ തൂക്കിയിടുന്ന തരത്തിലുള്ള നാവിഗേഷൻ സ്പാൻ മധ്യഭാഗത്ത് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. കരാറുകാരൻ ഈ തീരുമാനത്തെ എതിർത്തതോടെ പാലം നിർമ്മാണം നിലച്ചു. അതോടെ പെരുമൺ റെയിൽവേ ട്രാക്കിന് സമീപത്തുകൂടി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ദുരിതയാത്ര. കാട് പിടിച്ച പ്രദേശത്തുകൂടി പകൽ സമയത്ത് പോലും യാത്ര പ്രയാസമാണ്. എന്തു ചെയ്യാം, ഇതൊക്കെ തങ്ങളുടെ വിധി എന്നാണ് നാട്ടുകാർ പറയുന്നത്. പാലം കടക്കുവോളം നാരായണ നാരായണ എന്നാണ് ചൊല്ല്. എന്നാൽ ഇവിടെ പാലം കടക്കണമെങ്കിൽ നാരായണ നാരായണ എന്ന് ചൊല്ലണം. എന്ന് പൂർത്തിയാകുമെന്ന് ആർക്കും ഉറപ്പില്ലാത്ത ഈ പാലത്തിന് സമീപത്തു നിന്നും പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. കൊല്ലം ജില്ലയിലെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രം കൂടിയാണ് മൺട്രോത്തുരുത്ത്. സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തത് എങ്കിൽ പഞ്ചായത്തുകളുടെ പിടിപ്പുകേടാണ് ജങ്കാർ സർവീസ് മുടങ്ങാൻ കാരണം. ഇനി കാരണങ്ങൾ എന്തു തന്നെയായാലും ദുരിതത്തിലാണ് നാട്ടുകാർ. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. പാലം ഇത് ആദ്യം മുകേഷ് വന്ന് നല്ല പോലെ പണിഞ്ഞുകൊണ്ടിരുന്ന ഒരു പാലമാണിത്. ഒറ്റ വർഷം കൊണ്ട് അവർ ഡേ ആൻഡ് നൈറ്റ് പണിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ റിയാസ് മന്ത്രിയായപ്പോൾ ഇതിനകത്ത് ഷോ കാണിച്ചു. ഷോ കാണിച്ചെന്ന് പറഞ്ഞാൽ അവിടെ തൂക്കുപാലോ ഇതെല്ലാം വന്ന് അവിടെ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞ്
അങ്ങനെയാണ് ഇത് പെൻഡിങ് ആയത്. ഇനി 1 വർഷം 2 വർഷം കഴിഞ്ഞാലും ഇത് തീരത്തില്ല. അപ്പോൾ ഈ ഒരു ജങ്കാർ സർവീസേ ഉള്ളൂ. തുരുത്തുകാർക്കായാലും ഞങ്ങൾക്കിപ്പം എറണാകുളത്ത് പോകണമെങ്കിലും ശാസ്താംകോട്ട പോകണമെങ്കിലും ചുറ്റുമലയിൽ പോകണമെങ്കിലും ഞങ്ങൾക്ക് ഇവിടുന്ന് 3-4 കിലോമീറ്റർ പോയാൽ മതി. ഞങ്ങളിപ്പോൾ കറങ്ങി പോകണമെങ്കിൽ 33 കിലോമീറ്റർ ആവും. ആ ഒരു ദുരിതമുണ്ട് ഞങ്ങൾക്ക്. ജങ്കാർ കുറച്ചാളെ കാണത്തുള്ളൂ. അവരും ചെയ്യുന്നു, സർക്കാരും ചെയ്യുന്നില്ല. മുകേഷ് MLA ഒക്കെ ഇപ്പോൾ ഫണ്ട് ഇലക്ഷൻ ആയപ്പോൾ വീണ്ടും ഫണ്ട് വിലയിരുത്തിയിരിക്കുന്നു. പക്ഷേ പണി നടക്കുന്നില്ല. 2 നിൽക്കുന്ന കാണാം, യാതൊരു പണിയും നടക്കുന്നില്ല. ആവശ്യം വേണ്ടത് പാലമാണ്. കാര്യം ഈ ജങ്കാർ ഉണ്ടായാൽ കൂടിയും അവർക്ക് ആവശ്യം പാലം തന്നെയാണ്. പാലം ശരിയായിരുന്നെങ്കിൽ ഞങ്ങൾക്കുള്ള യാത്ര വളരെ എളുപ്പമായേനെ. പിന്നെ ഇത് ഭയങ്കര ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് നടക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടം വരെ ഓട്ടോയിലാണ് വരുന്നത്. ഓട്ടോയിൽ വന്ന് ഇവിടെ ഇറങ്ങി ഇങ്ങനെ നടന്നു പോകും. ട്രെയിൻ വരുന്നത് പേടിച്ചാണ്. കൊച്ചിനെയും കൊണ്ട് നടക്കുമ്പോൾ ഒരു പേടിയില്ലേ. വാർത്തയുടെ വിശദാംശങ്ങൾ കൊല്ലത്തു നിന്നും സുധീഷ് നൽകും. സുധീഷ്, പാലം നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്ന് MLA, ജങ്കാർ സർവീസിന്റെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് പഞ്ചായത്ത്, ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ടെന്ന് നാട്ടുകാർ. എന്തായാലും ആശങ്കകൾക്ക് പരിഹാരമാകുമോ എന്നതാണ് ചോദ്യം. സുധീഷ്, 2 പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം, മറ്റൊന്ന് ഈ പ്രദേശം ഏറെ ടൂറിസം സാധ്യതകളുള്ള മൺട്രോ തുരുത്ത് എന്നതുകൂടിയാണ്. ഇവിടെയാണ് ഇപ്പോൾ പാലം നിർമ്മാണം നിലച്ചതും ജങ്കാർ സർവീസ് തകരാറിലായി അത് കരയ്ക്കടുത്ത് വിശ്രമിക്കുന്നതും. ഈ 2 അവസ്ഥകളും കണ്ട് നാട്ടുകാർ ചോദിക്കുന്നത് അവരുടെ യാത്രാമാർഗം അല്ലെങ്കിൽ യാത്രാ ദുരിതം അത് എന്ന് തീരുമെന്നാണ്. ജങ്കാർ സർവീസിൻ്റെ പ്രധാന ഒരു തടസ്സമായി നിൽക്കുന്നത് ഈ പഞ്ചായത്തുകൾ, അതായത് ഈ 2 പഞ്ചായത്തുകൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ്. ഈ പഞ്ചായത്തുകളിൽ ആരാണ് ജങ്കാർ സർവീസ് കൃത്യമായി നടത്തേണ്ടത്, അതിൻ്റെ കേടുപാടുകൾ പരിഹരിച്ച് ആരാണ് ഈ സർവീസിന് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ഈ പഞ്ചായത്തുകൾ പരസ്പരം പഴിചാരുന്നത് മൂലം ജങ്കാർ സർവീസിനെ അത് ബാധിച്ചു. ജങ്കാർ സർവീസ് നിലച്ചു. യാത്രാമാർഗമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിലായി. ഒപ്പം മറ്റൊന്ന് പാലം നിർമ്മാണമാണ്. ഇവിടെ ഒരു പാലം വേണമെന്നുള്ളത് വർഷങ്ങളായുള്ള ഒരു ആവശ്യമാണ്. ഈ പ്രദേശവാസികൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ആ ആവശ്യം മുൻകൈയെടുത്ത് നടപ്പിലാക്കാൻ മുകേഷ് MLA മുന്നിട്ടിറങ്ങുന്നു. പക്ഷേ MLA മുന്നിട്ടിറങ്ങി ഈ പാലം നിർമ്മാണം പകുതിയിലെത്തിയപ്പോൾ ടൂറിസം മന്ത്രി ഇടപെടുന്നു. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ട് ഈ പാലത്തിനെ ടൂറിസം പ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമായതിനാൽ ടൂറിസം രംഗത്തിന് ഒരു പ്രയോജനം വരുത്തുന്ന തരത്തിലുള്ള അത്യാധുനിക രീതിയിൽ സ്പ്രിങ്ങുകൾ ഘടിപ്പിച്ച് ഈ പാലത്തിൻ്റെ മധ്യഭാഗം മാറ്റണം എന്നൊരു തീരുമാനം ടൂറിസം വകുപ്പ് മന്ത്രി എടുക്കുന്നു. പക്ഷേ അപ്പോൾ ഈ പാല നിർമ്മാണത്തിൻ്റെ പൊളിച്ചെഴുത്ത് ഉണ്ടായിരിക്കുന്നു. ആ പൊളിച്ചെഴുത്തിൽ കരാറുകാരൻ അതൃപ്തി അറിയിച്ചു. കരാറുകാരൻ പിൻവാങ്ങി. അങ്ങനെ പാല നിർമ്മാണവും നിലച്ചു. ഈ 2 അവസ്ഥകൾ മൂലം ഏറെ ദുരിതത്തിലായിരിക്കുന്നത് ഈ നാട്ടുകാരാണ്. പുണ്യനദിയായ പമ്പയിൽ നടന്ന ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ A ബാച്ചിൽ മേലുകര പള്ളിയോടവും B ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും ജേതാക്കളായി. ആചാരാനുഷ്ഠാനങ്ങൾക്കും താളത്തിലുള്ള തുഴച്ചിലിനും പുറമെ വേഗത കൂടി മാനദണ്ഡമാക്കിയായിരുന്നു വിജയികളെ തെരഞ്ഞെടുത്തത്. എന്നാൽ വിജയികളെ പ്രഖ്യാപിച്ചപ്പോൾ പിഴവുണ്ടായെന്നാരോപിച്ച് ഇടശ്ശേരിമല പള്ളിയോടക്കരക്കാർ പ്രതിഷേധിച്ചു. പുണ്യനദിയായ പമ്പയിൽ നടന്ന ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ A ബാച്ചിൽ മേലുകര പള്ളിയോടവും B ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും ജേതാക്കളായി. ആചാരാനുഷ്ഠാനങ്ങൾക്കും താളത്തിലുള്ള തുഴച്ചിലിനും പുറമെ വേഗത കൂടി മാനദണ്ഡമാക്കിയായിരുന്നു വിജയികളെ തെരഞ്ഞെടുത്തത്. എന്നാൽ വിജയികളെ പ്രഖ്യാപിച്ചപ്പോൾ പിഴവുണ്ടായി എന്നാരോപിച്ച് ഇടശ്ശേരിമല പള്ളിയോടക്കരക്കാർ പ്രതിഷേധിച്ചു. വാശിയേറിയ പോരാട്ടത്തിലാണ് ഇരു പള്ളിയോടങ്ങളും വിജയികളായത്. A ബാച്ചിലെ ഫൈനൽ മത്സരത്തിൽ അയിരൂർ, മുല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല കിഴക്ക്, മേലുകര പള്ളിയോടങ്ങളാണ് മത്സരിച്ചത്. വാശിയേറിയ മത്സരത്തിനൊടുവിൽ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് പള്ളിയോടങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലെത്തിയത്. B ബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനലിൽ കോറ്റാത്തൂർ, കോടിയാട്ടുകര, ഇടപ്പാവൂർ, തൈമറവുംകര പള്ളിയോടങ്ങൾ അണിനിരന്നു. B ബാച്ചിലും അത്യന്തം വാശിയേറിയ മത്സരമാണ് നടന്നത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് B ബാച്ചിലും വിജയികളെ നിശ്ചയിച്ചത്. ലൂസേഴ്സ് ഫൈനലിൽ A ബാച്ചിൽ കുറിയന്നൂർ പള്ളിയോടവും B ബാച്ചിൽ വൻമഴി പള്ളിയോടവും വിജയികളായി. AB ബാച്ചുകളിൽ ഏറ്റവും നന്നായി പാടിത്തുഴഞ്ഞ പള്ളിയോടത്തിനുള്ള R ശങ്കർ സുവർണ ട്രോഫിക്ക് നെല്ലിക്കൽ പള്ളിയോടം അർഹത നേടി. എന്നാൽ വിജയിയെ പ്രഖ്യാപിച്ചപ്പോൾ പിഴവുണ്ടായി എന്നാരോപിച്ച് ഇടശ്ശേരിമല പള്ളിയോടക്കരക്കാർ പ്രതിഷേധിച്ചു. ആദ്യം 2ാം സ്ഥാനം നേടിയെന്ന് പ്രഖ്യാപിച്ച ശേഷം പിന്നീട് 4ാം സ്ഥാനക്കാരെന്ന് പ്രഖ്യാപിച്ചതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്.
അമൃത ന്യൂസ്, പത്തനംതിട്ട. ആചാരപ്പെരുമയിൽ കോട്ടയം കുമാരനെല്ലൂർ ഊരുചുറ്റു വള്ളംകളി നടന്നു. കുമാരനെല്ലൂർ ക്ഷേത്രക്കടവിൽ നിന്നും ദേവി വാഹനം വഹിച്ച ചുണ്ടൻ വള്ളം ശ്രീവിനായകനും മറ്റ് കളിയോടങ്ങളും ചേർന്നാണ് ഊരുചുറ്റൽ വള്ളംകളി നടത്തിയത്. കുമാരനെല്ലൂർ ദേവി ഉത്രട്ടാതി നാളിൽ വള്ളത്തിൽ സഞ്ചരിച്ച് ദേശവഴികളിലെ ഭക്തരെ അനുഗ്രഹിക്കുന്നുവെന്നാണ് ചടങ്ങിന്റെ സങ്കല്പം. ഭക്തിയും ആവേശവും ഒത്തുചേരുന്ന കുമാരനെല്ലൂർ ഊരുചുറ്റു വള്ളംകളി ചിങ്ങമാസത്തിലെ ഉത്രാട ദിവസമാണ് നടക്കുന്നത്. വിവിധ NSS കരയോഗങ്ങളുടെയും ഭക്തജനങ്ങളുടെയും സഹകരണത്തോടെയാണ് ജലോത്സവം നടക്കുക. ഉത്രട്ടാതി നാളിൽ ഭഗവതി പള്ളിയോടത്തിലേറി ദേശവഴികളിലെ ഭക്തരെ അനുഗ്രഹിക്കുന്നതിന് ഊരുചുറ്റുന്നുവെന്നാണ് ഉത്രട്ടാതി ഊരുചുറ്റു ജലോത്സവ ഐതിഹ്യം. ഈ വള്ളംകളി കടന്നു പോകുന്ന വഴിത്താരകളിലെല്ലാം ഭക്തജനങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ വള്ളംകളി കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ വള്ളംകളി കടന്നു പോകുന്ന വഴിത്താരകളിൽ ഭക്തജനങ്ങൾ പറവെച്ച് ഈ വള്ളത്തെ സ്വീകരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്ഷേത്രത്തിൽ നിന്ന് ദേവീ ചൈതന്യം സിംഹവാഹനത്തിൽ ആവാഹിച്ച് കരയോഗ പ്രതിനിധികൾക്ക് കൈമാറി. വാദ്യമേളത്തിൻ്റെയും വഞ്ചിപ്പാട്ടിൻ്റെയും അകമ്പടിയോടെ സിംഹവാഹനം ക്ഷേത്രത്തിൽ നിന്നും കരവഞ്ചിയായി ആറാട്ടുകടവിലെത്തിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, കോട്ടയം നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, കൗൺസിലർമാരായ TC റോയി, അനിൽ, സാബു തോമസ്, BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ തുടങ്ങിയവർ സിംഹവാഹനത്തിലും ദേവീ വിഗ്രഹത്തിലും ഹാരമർപ്പിച്ചു. പള്ളിയോടങ്ങൾ മീനച്ചിലാറിൻ്റെ ഇരുകരകളിലും മുൻകൂട്ടി നിശ്ചയിച്ച കടവുകളിൽ പറവഴിപാട് സ്വീകരിച്ചു. വൈകിട്ട് 6-ന് ജലഘോഷയാത്ര ആറാട്ടുകടവിൽ തിരിച്ചെത്തിയതിനെ തുടർന്ന് കരവഞ്ചിയോടെ ക്ഷേത്രസന്നിധിയിലെത്തി സിംഹവാഹനം തിരികെ സമർപ്പിച്ചതോടെയാണ് ഊരുചുറ്റു വള്ളംകളി സമാപിച്ചത്. അമൃത ന്യൂസ്, കോട്ടയം. നാടിനെയും നഗരത്തെയും ഉത്സവ ലഹരിയിലാക്കി സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം. വെള്ളയമ്പലത്ത് നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സാംസ്കാരിക ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിവിധ വകുപ്പുകളുടെ ഫ്ലോട്ടുകളും ആയിരങ്ങൾ അണിനിരന്ന സാംസ്കാരിക ഘോഷയാത്ര നഗരത്തെ വർണ്ണാഭമാക്കിയാണ് കടന്നുപോയത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചതോടെയാണ് നഗരത്തെ വർണ്ണലയങ്ങളിൽ ആറാടിച്ച സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവർ കുടുംബത്തോടൊപ്പമാണ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയത്. ഫ്ളാഗ് ഓഫിന് ശേഷം ഗവർണറും മുഖ്യമന്ത്രിയും മറ്റു വിശിഷ്ടാതിഥികളും പാളയത്തെത്തി VIP പവനിയിലിരുന്ന് വർണ്ണശബളമായ ഘോഷയാത്ര ആസ്വദിച്ചു. ആയിരത്തിൽ പരം കലാകാരന്മാർ അവതരിപ്പിച്ച സാംസ്കാരിക കലാരൂപങ്ങളും വിവിധ വകുപ്പുകളുടെ 60-ലധികം പ്ലോട്ടുകളും ഘോഷയാത്രയിൽ അണിനിരന്നു. പൂക്കാവടി, ബാൻഡുമേളം, തെയ്യം, ചെണ്ടമേളം, ശിങ്കാരിമേളം, കോൽക്കളി, പാവപ്പൊലിമ തുടങ്ങിയവയ്ക്കൊപ്പം ഇന്ത്യൻ ആർമിയുടെ ബാൻഡുമേളവും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. വിദേശ വിനോദസഞ്ചാരികളുടെ പ്രത്യേക സംഘവും ഇത്തവണ ഘോഷയാത്ര കാണാനെത്തി. Far away from our home, but here hospitality and all that we saw, it's very wonderful. The celebration is very good. It's loud, it's lively, it's interesting, very creative. മാനവീയ മുതൽ കിഴക്കേക്കോട്ട വരെ നടന്ന ഘോഷയാത്ര വീക്ഷിക്കാൻ വിവിധയിടങ്ങളിലായി പവലിയനുകളും തയ്യാറാക്കിയിരുന്നു. വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടിയാണ് 7 ദിവസം നീണ്ടുനിന്ന സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് സമാപനമായത്. ജനപങ്കാളിത്തം കൊണ്ട് അത് ഏറെ ശ്രദ്ധേയമാവുകയും ചെയ്തു. ക്യാമറമാൻ സനൽകുമാറിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കായിക വാർത്തകൾ നോക്കാം. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഉദ്ഘാടന മത്സരത്തിൽ ഹോങ്കോങ്ങിനെതിരെ മികച്ച സ്കോർ പടുത്തുയർത്തി അഫ്ഗാനിസ്ഥാൻ. ഹോങ്കോങ്ങിന് 189 റൺസ് വിജയലക്ഷ്യം. 6 വിക്കറ്റ് നഷ്ടത്തിലാണ് അഫ്ഗാൻ 188 അടിച്ചത്. ഓപ്പണർ സിദു ഖലാദാലും അസ്മത്തുള്ള ഒമർസായും അർദ്ധ സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിൽ ഹോങ്കോങ്ങിന് ബാറ്റിംഗ് തകർച്ചയാണ്. നാളെ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ആതിഥേയരായ UAE നേരിടും. 14-നാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പേരൂർക്കട മാലമോഷണ കേസിൽ വൻ വഴിത്തിരിവ്. മാലമോഷണം പോയിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തി. മാല വീട്ടുടമസ്ഥ ഓമന ഡാനിയൽ വീടിനുള്ളിൽ മറന്നുവെക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ ഉണ്ട്.
പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. പേരൂർക്കടയിലെ വീട്ടിൽ നിന്ന് മാല മോഷണം പോയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണ്. ജോലിക്കാരിയായ ബിന്ദുവിനെ മോഷ്ടാവാക്കാൻ പോലീസ് കഥ മെനഞ്ഞുവെന്നും മറവി പ്രശ്നമുള്ള ഓമന ഡാനിയിൽ മാല സ്വന്തം വീടിനുള്ളിൽ വെച്ച് തന്നെ മറക്കുകയായിരുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. കാണാതായ മാല വീടിന്റെ പിന്നിലെ ചവർകൂനയിൽ നിന്നുമാണ് കണ്ടെത്തിയതെന്ന പേരൂർക്കട പോലീസിന്റെ വാദം പൊളിക്കുന്നതാണ് കണ്ടെത്തൽ. ബിന്ദുവിനെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ചത് ന്യായീകരിക്കാൻ പോലീസ് മെനഞ്ഞ കഥയാണ് ചവർകൂനയിൽ നിന്നും മാല കണ്ടെത്തിയെന്നുള്ളത്. ബിന്ദുവിനെ അന്യായമായി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശിവകുമാറിന്റെ അറിവോടെയാണ്. രാത്രിയിൽ ശിവകുമാർ ബിന്ദുവിനെ ചോദ്യം ചെയ്തത് CCTVയിൽ വ്യക്തമാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ദളിത് യുവതിയെ മോഷണക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച പേരൂർക്കട SHO ശിവകുമാർ, ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്ന റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ സ്വർണം പരാതിക്കാരിയായ ഓമനയുടെ വീടിന് പിന്നിലെ ചവർകൂനയിൽ നിന്നും കിട്ടിയെന്ന ഓമന ഡാനിയൽ തന്നെ പോലീസിനെ അറിയിച്ചതോടെ പോലീസ് ബിന്ദുവിനെ വിട്ടയച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.